2022 ICC T20 വേൾഡ് കപ്പ് അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയ വേദിയാക്കിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തവണത്തെ വേൾഡ് കപ്പിലെ പ്രധാന വില്ലൻ മഴയാണെന്നതിൽ ഒരു സംശയവുമില്ല. ഗ്രൂപ്പ് ഘട്ടവും സൂപ്പർ 12ഉം എല്ലാം തന്നെ പൂർത്തിയായിരിക്കുകയാണ്. ടൂർണമെന്റിൽ ഇനി അവശേഷിക്കുന്നത് ഒരു സെമി ഫൈനലും മാത്രമാണ്. 16 ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ ആദ്യ 4 സ്ഥാനങ്ങളിലേക്കെത്തിയത് ഇന്ത്യ, പാകിസ്ഥാൻ, ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട് എന്നീ ടീമുകളായിരുന്നു. ആദ്യ സെമി പോരാട്ടം കിവീസും പാക്കും തമ്മിൽ ഇന്ന് അരങ്ങേറുകയും ന്യൂസിലാൻഡ് അതിൽ പരാജയപ്പെടുകയും ചെയ്തു. രണ്ടാമത്തെ സെമി പോരാട്ടം നാളെ നവംബർ 10-ന് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് നടക്കാൻ പോകുന്നത്. ഫൈനൽ പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത് നവംബർ 13-നാണ്. എന്നാൽ മഴയുടെ ആഘാതം ഈ ടൂർണമെന്റിൽ ഉടനീളം കാണാമായിരുന്നു. അത് സെമിയെയും ഫൈനലിനെയും ബാധിക്കുമോ എന്നതിൽ ആരാധകർക്ക് കടുത്ത ആശങ്കയുണ്ട്. എന്നാൽ ICC ആവട്ടെ സെമി ഫൈനലിനും റിസർവ് ഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സെമിയെയും ഫൈനൽ മത്സരത്തെയും മഴ ബാധിക്കുകയാണെങ്കിൽ ഈ മത്സരങ്ങൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും. അതായത് ഇന്ത്യ ഇംഗ്ലണ്ട് പോരാട്ടത്തെ നാളെ മഴ ബാധിക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ബിയിൽ 8 പോയിന്റുകളുമായി പോയിന്റ് പട്ടികയിൽ ആദ്യ സ്ഥാനത്തെത്തിയ ഇന്ത്യ നേരിട്ട് ഫൈനലിലേക്ക് മുന്നേറും. ഇന്ന് നടന്ന ന്യൂസിലാൻഡ് പാകിസ്ഥാൻ മത്സരത്തെ മഴ ബാധിക്കുകയാണെങ്കിൽ അത് റിസർവ് ഡേയിലേക്ക് മാറ്റിവെക്കുമായിരുന്നു. എന്നാൽ മാറ്റിവെച്ച ദിവസവും മഴ പെയ്യുകയാണെങ്കിൽ ന്യൂസിലാൻഡ് ആയിരിക്കും ഫൈനലിലേക്ക് വരുമായിരുന്നത്. ഫൈനൽ നടത്താൻ തീരുമാനിച്ച റിസർവ് ഡേയിലും മഴ വരികയാണെങ്കിൽ ഫൈനലിലേക്ക് എത്തിയ 2 ടീമുകളെയും വിജയികളായി പ്രഖ്യാപിക്കും. കിരീടം ഇരു കൂട്ടരും പങ്കുവെക്കുകയും ചെയ്യും. മഴയെ തുടർന്ന് കളി പൂർണ്ണമായി ഉപേക്ഷിക്കപ്പെടേണ്ടി വരുമ്പോഴും 5 ഓവർ വീതമെങ്കിലും ഇരു ടീമുകൾക്കും കളിക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യത്തിലുമാണ് ഈ നിയമം ഫോളോ ചെയ്യുന്നത്. ICCയുടെ പുതിയ റിപ്പോർട്ട് പ്രകാരം വിജയികളെ പ്രഖ്യാപിക്കാൻ ഓരോ ടീമും മിനിമം 10 ഓവർ വീതമെങ്കിലും കളിക്കണം എന്നതാണ്. മത്സരം നിശ്ചയിച്ച ദിവസം കളി തുടങ്ങിയതിനു ശേഷമാണ് മഴ പെയ്യുന്നതെങ്കിൽ തൊട്ടടുത്ത ദിവസം അതേ ഓവർ മുതൽ കളി പുനരാരംഭിക്കും. എന്നാൽ റിസർവ് ഡേയിലും മത്സരം പൂർത്തിയാക്കാനാകുന്നില്ല എങ്കിൽ ഇരു കൂട്ടരും കിരീടം പങ്കുവയ്ക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല.